ശാഖാംഗങ്ങൾ ഒരുമയോടെ പ്രവർത്തിച്ച സമുദായത്തെ മികവുറ്റതാക്കി മാറ്റണമെന്ന SNDP യോഗം പുനലൂർ യൂണിയൻ പ്രസിഡന്റ് TK സുന്ദരേശൻ അഭിപ്രായപ്പെട്ടു. വന്മള 4561 നമ്പർ ശാഖയിലെ ഗുരുദേവ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയുടെ 5ാമത് വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുടുംബങ്ങളുടെ അംഗസംഖ്യ കുറവാണെങ്കിൽ തന്നെ ഇത്ര ആളുകൾ പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞ പോലെ സെക്രട്ടറി പറഞ്ഞ പോലെ എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ല, കുറച്ച് കസേര കൂടി വാങ്ങിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ അബദ്ധം പറ്റാതിരിക്കാൻ ഇന്ന് കൊണ്ടുവന്ന പൈസ എല്ലാം കൊടുത്ത് തന്നിട്ട് എല്ലാവരും പോകാണ് കസേര വാങ്ങുക. അല്ലെങ്കിൽ ഇവിടെ ഈ ബജ്ജിയിൽ ഇടുന്ന പോലെ ബജ്ജിയിൽ നോക്കുമ്പോൾ നമ്മൾ പേഴ്സിനകത്ത് ഇങ്ങനെ കുലുക്കി നോക്കിയിട്ട് നാണയം കൊണ്ടേ എടുത്തിടും. അതുകൊണ്ട് അത് വേണ്ടത് പേഴ്സിനകത്തുള്ളത് ഒരുപാട് പൈസ ഒക്കെ ഇവിടെ വെച്ചിട്ടേ പോകാമെന്ന് കൂടി അവസരത്തിൽ അറിയില്ല. അതിവിടെ ശാഖയുടെ കുടുംബാംഗങ്ങളായാലും ശരി, യൂണിയൻ്റെ ഭാഗത്ത് വന്ന ഭാരവാഹികളായാലും ശരി, എല്ലാവരും അതേ രീതി ചെയ്ത് കഴിഞ്ഞാൽ കസേരയുടെ പ്രശ്നങ്ങളും ചെയ്തു. അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഒരു ഗതികൾ ഉണ്ടാകാൻ പാടില്ല. തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടായ്മ കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ സമരത്തിനായാലും ശരി, അതുപോലെ തന്നെ നമുക്ക് ജോലി കിട്ടുന്നതിനായാലും ശരി, ഇപ്പം നമ്മളെല്ലാം ഒരുപാട് പുറകോട്ട് പോയിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ മുന്നോക്ക വികസന കോർപ്പറേഷനും പിന്നോക്ക വികസന കോർപ്പറേഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഉന്നതിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. പക്ഷെ അവര് നമ്മുടെ മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. പക്ഷെ അതിന് വരുന്ന ഫണ്ടുകൾ കേന്ദ്ര ഗവൺമെന്റ് ഓരോ വർഷവും വരുന്ന ഫണ്ടുകൾ യഥാസമയം അതിന് അംഗീകാരം കൊടുക്കുന്ന പറഞ്ഞാൽ ചീഫ് സെക്രട്ടറിയിലുള്ള ഒരു സീലടിച്ചു കൊടുത്ത ജോലിയേ ഉള്ളൂ. അത് കൊടുക്കാതെ പോകുന്നുണ്ട്. ആ ഫണ്ടുകളൊക്കെ ഉദ്യോഗസ്ഥന്മാരിൽ വെച്ച് താമസിപ്പിക്കുകയും ആ ഫണ്ട് നമുക്ക് ലാഭമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ മുന്നോക്ക വികസന കോർപ്പറേഷനിൽ വരുന്ന ഫണ്ടുകൾ യഥാസമയം ഇവിടെ വരുന്നത് 1000 കോടി 900 കോടി 800 കോടി ഓരോ വർഷം വരുന്നുണ്ട്. അത് യാതൊരു കാരണവശാലും ഫണ്ട് ലാപ്സാകാതെ അത് അവരുടെ ആൾക്കാർക്കില്ല. ശാഖാ പ്രസിഡന്റ് മധുസൂദനൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വാർഷിക സമ്മേളനത്തിൽ യൂണിയൻ സെക്രട്ടറി S ഹരിദാസ്, യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി വനജ വിദ്യാധരൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ വൈസ് പ്രസിഡന്റ് AJ പ്രദീപ, യോഗം ഡയറക്ടർ G ബൈജു, കൗൺസിലർമാരായ S സദാനന്ദൻ, KV സുഭാഷ് ബാബു, അടുക്കളമൂല ശശിധരൻ, ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇടമൺ ബാഹുലയൻ, വനിതാ സംഘം യൂണിയൻ വൈസ് പ്രസിഡന്റ് ഉദയകുമാരി ഉദയൻ, സെക്രട്ടറി ഓമന പുഷ്പാങ്കദൻ, ശാഖാ സെക്രട്ടറി മനോജ് ഗോപി, രാജശേഖരൻ, സൈമ സുനിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മികച്ച വ്യക്തിത്വങ്ങളെ ആദരിക്കലും അവാർഡ് ദാനവും നടന്നു. പരിപാടികളുടെ ഭാഗമായി നെട്ടയം സുജീഷ് ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നവകലശ പൂജയും കലശാഭിഷേകവും ഗുരുപൂജയും സംഘടിപ്പിച്ചിരുന്നു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.